എന്തൊക്കെയാ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ കാശ്മീർ വരെ പോകാൻ കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ, ജസ്റ്റിൻ ജോർജ്, സന്തോഷ് ട്രോഫി ചാമ്പ്യൻ ആയിരുന്നു. അതുപോലെ ഐ ലീഗ് കളിച്ച പ്ലെയറാണ്, ഗോകുലം കേരള FC, പിന്നെ നോർത്ത് ഈസ്റ്റ് യൂണിവേഴ്സിറ്റി ISL കളിച്ച പ്ലെയറാണ്. ഇപ്പോൾ റിയൽ കാശ്മീരിന് വേണ്ടി കളിക്കുന്നു. അപ്പോൾ അവനെ കൂടെ കാണാനും അവൻ്റെ കളി നേരിട്ട് കാണാനും കൂടി ആണ് എൻ്റെ ഒരു ഉദ്ദേശം പോകാൻ. അപ്പോൾ പിന്നെ കുറേ കാലമായിട്ട് സ്നോ കാണുന്നതിൻ്റെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അതും ഇതിൽ തീർക്കണമെന്ന്. ഇത് ലോങ് ജേണിയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ ജേണിയിൽ 3-ാം സ്ഥാനമാണ് ഹിമസാഗറിനുള്ളത്. നമുക്ക് കാശ്മീർ പോകാൻ ഒരുപാട് വഴികളുണ്ടെങ്കിലും പക്ഷേ കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് കാശ്മീർ പോകാൻ ഒരേ ഒരു ട്രെയിനാണുള്ളത്. വീക്കിലി 1, അതായത് വീക്കിലി എക്സ്പ്രസ്. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിൽ തുടങ്ങിയിട്ട് ജമ്മു വരെ എത്താൻ പറ്റുന്ന ഒരേ ഒരു ട്രെയിനേ ഉള്ളൂ. അങ്ങനെ രണ്ടാമത്തെ ദിവസം മോർണിംഗ് എണീക്കുമ്പോൾ തന്നെ കണ്ട കാഴ്ച, ട്രെയിനിലെ പ്ലഗ് പോയിൻ്റ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ എൻ്റെ കൂടെ എൻ്റെ ബർത്തിലുണ്ടായിരുന്ന ഒരു ഫാമിലി ആയിരുന്നു വയനാട് നിന്ന് വന്നത്. അവരെ ആ പ്ലഗ് പോയിൻ്റൊക്കെ അയച്ച് മാറ്റി നന്നാക്കിയതുകൊണ്ട് മാത്രം അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റി. പിന്നെ അവരെ കൂടെ തന്നെ അവർ കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ പത്തിരിയും ബീഫൊക്കെ എനിക്കും തന്നു. അങ്ങനെ അവർ തന്ന ഫുഡും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ട്രെയിനിൽ നിന്ന് മേടിച്ചൊരു കോഫിയും കുടിച്ചുകൊണ്ട് അന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിഞ്ഞു. പിന്നെ കണ്ടത് ബസ് കണ്ടക്ടർ പോലെ ഒരു സ്ത്രീ വന്നിട്ട് പിരിവ് നടത്തുന്നതായിരുന്നു. ഇത് അങ്ങ് കാശ്മീർ എത്തുന്നവരെ 100-100 ആൾക്കാർ ഇതുപോലെ ഇങ്ങനെ കാണേണ്ടി വരും. അങ്ങനെ രണ്ടാമത്തെ ദിവസം ഒരു ഉച്ച സമയമായപ്പോൾ എനിക്കിങ്ങനെ വിശന്ന് തുടങ്ങിയിരുന്നു. ആ സമയത്ത് ഞാൻ തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടു, ഇർഫാൻ കാശ്മീരിൽ അഡ്മിഷൻ കിട്ടിയിട്ട് അവിടെ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് നിന്നായിരുന്നു അന്ന് എനിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടിയിരുന്നത്. അവൻ എനിക്ക് സ്നേഹത്തോടെ ആ ഭക്ഷണം തന്നു. ഞാൻ കഴിച്ചു, വിശപ്പൊക്കെ മാറി. അങ്ങനെ ട്രെയിനിലെ ലാസ്റ്റ് ഡേ ആണ് കാശ്മീർ എത്താനായി. പത്താൻകോട്ട് എത്തുമ്പോൾ പ്രത്യേകം എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്മൊക്കെ കട്ടാകും, വർക്ക് ചെയ്യില്ല. അപ്പോൾ അവിടെ പോയിട്ട് പ്രീപെയ്ഡ് സിം എല്ലാവരും എടുക്കണം. പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് നമ്മൾ നാട്ടിൽ നിന്ന് ഉണ്ടെങ്കിൽ അത് അവിടെ വർക്കാവും. അങ്ങനെ മൂന്നാമത്തെ ദിവസം നമ്മൾ രാവിലെ തന്നെ ജമ്മു താവിയിലെത്തി. ജമ്മു താവിയിൽ നിന്ന് നമുക്ക് KSRTC അല്ലെങ്കിൽ ഷെയർ ടാക്സി വെച്ചിട്ട് നമുക്ക് കാശ്മീർ പോകാം. പക്ഷേ ഞാൻ അവിടെ എല്ലാം ഇറങ്ങിയിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വയനാട് നിന്ന് ഫാമിലിയൊക്കെ അവിടെ ഇറങ്ങി. ഞാനത് കഴിഞ്ഞിട്ടുള്ള ഉദംപൂർ എന്നൊരു സ്റ്റേഷനിൽ ഇറങ്ങി. അത് കുറച്ചുകൂടെ ക്ലോസ് ആണ് കാശ്മീരായിട്ട്. അങ്ങനെ ഫൈനലി എനിക്ക് എത്തേണ്ട സ്റ്റേഷനെത്തി. ഞാൻ ഉദംപൂരിൽ ഇറങ്ങുമ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് സോളോ ട്രാവലറായിരുന്നു. പിന്നെ അവിടെ എത്തുമ്പോൾ എനിക്കൊരു ഗ്യാങ്സ്റ്ററായി ഈ കാണുന്നവരെല്ലാം ട്രെയിനിൽ നിന്ന് കിട്ടിയ ഫ്രണ്ട്സാണ്. ഒറ്റയ്ക്ക് വന്നവരും 2 പേരായിട്ട് വന്നവരും. പിന്നെ ഞങ്ങളൊരു ഗ്യാങ് ആയി മാറി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ ഷെയർ ടാക്സി വിളിച്ചു. ഒരാൾക്ക് 400 രൂപ എങ്ങാനും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബനിഹാലിലേക്ക് ഷെയർ ടാക്സി വിളിച്ച് പോയി. പക്ഷേ ബനിഹാലിലെത്തിയപ്പോൾ തുരങ്കവും എല്ലാം കഴിഞ്ഞ് അങ്ങ് എത്തിയപ്പോൾ ഒരുപാട് ലേറ്റായി. നല്ല ബ്ലോക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബനിഹാലിൽ സ്റ്റെക്കായി അവിടെ റൂം എടുക്കേണ്ടി വന്നു. അങ്ങനെ ബനിഹാലിൽ ഞങ്ങൾ റൂം എടുത്തു. അതായത് ഡോർമെറ്ററി, ഒരാൾക്ക് 150 രൂപ. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ എണീറ്റ് രാവിലെ തന്നെ ഫസ്റ്റ് ട്രെയിനിന് കാശ്മീരിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഓടായിരുന്നു. നേരെ റെയിൽവേ വന്നു. റെയിൽവേയുടെ തൊട്ടടുത്ത് തന്നെ ഒരു 100 മീറ്റർ പുറത്തായിരുന്നു റൂം. ഇവിടെ നിന്ന് തന്നെ സ്നോ കാണുന്നുണ്ട്, അവിടെ മേലെ സ്നോ. അങ്ങനെ രാവിലെ 7 മണിക്കുള്ള ആദ്യ ട്രെയിനിൽ ഞങ്ങൾ ഓടിക്കയറി. ശ്രീനഗറിലേക്ക് ഒരാൾക്ക് വരുന്നത് 20 രൂപയായിരുന്നു ബനിഹാലിൽ നിന്നും. അങ്ങനെ പിന്നീട് അങ്ങോട്ട് കാശ്മീരിൻ്റെ കാഴ്ചകളായിരുന്നു ഞങ്ങൾക്ക് ആ ട്രെയിൻ യാത്രയിൽ കാണാൻ പറ്റിയത്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് കാഴ്ചകൾ. കാശ്മീരിൻ്റെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങായിരുന്നു. എൻ്റെ യാത്ര ഡിസംബർ മാസമായതുകൊണ്ട് തണുപ്പിനും മഞ്ഞിനും ഒരു കുറവുണ്ടായിരുന്നില്ല. അങ്ങനെ 2.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ശ്രീനഗറിലെത്തുമ്പോൾ എനിക്ക് എൻ്റെ കൂടെ ഇവരും ഉണ്ടായിരുന്നു. ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ദാൽ ലേക്കിലേക്ക് ബസ് കയറി. 15 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. അങ്ങനെ കാശ്മീരിൻ്റെ ഹൃദയമായ ശ്രീനഗറിൽ എത്തിയപാടെ തന്നെ എൻ്റെ യാത്രയുടെ പ്രധാന ഉദ്ദേശമായിരുന്ന ഫുട്ബോൾ മത്സരം എൻ്റെ സുഹൃത്തിനെ കാണലായിരുന്നു. ഞാൻ നേരെ വിട്ടു അവരെ പ്രാക്ടീസ് കാണാൻ. അവർ ഗ്രൗണ്ടിൽ പോയി റിയൽ കാശ്മീരിൻ്റെ കോച്ചായ മിറാജ് ദിവാഡിനെ അവനെയും കണ്ടു. അങ്ങനെ അവിടുന്ന് നേരെ ഗുൽമർഗിലേക്ക് വിട്ടു. ഗുൽമർഗിൽ പിന്നെ മഞ്ഞിൻ്റെ ഒരു ലോകമായിരുന്നു. ഇത്രയും കാലം എൻ്റെ ആഗ്രഹം, എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ആ ഒരു മഞ്ഞിൻ്റെ ലോകം ഞാനങ്ങ് കണ്ടു കീഴടക്കി. പിന്നെ മഞ്ഞ് തിന്നലും കളിക്കലും ഒക്കെപ്പാടായിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടി എനിക്കറിയില്ല. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ ജീവൻ കിട്ടിയ തന്നെ ഭാഗ്യം, മഞ്ഞിൻ്റെ ചത്തില്ല എന്നുള്ളൂ. അങ്ങനെ അവിടുന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻസ്റ്റയിലൊക്കെ വാരിയിട്ട് അങ്ങ് പിറ്റേ ദിവസം നേരെ കളി കാണാൻ ഇറങ്ങി. റിയൽ കാശ്മീർ ട്രാവുമായിട്ടൊന്നും കളി. അങ്ങനെ നൗഷാദാണ് എൻ്റെ കൂടെ. നൗഷാദിൻ്റെ റൂമിലാണ് ഞാൻ താമസിക്കുന്നത്. അതായത് നൗഷാദ് ഇവിടെ ഒരു ഏജൻറ്റാണ്. പുള്ളി റൂം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരും. അങ്ങനെ കളി കാണാൻ പോയപ്പോൾ തന്നെ ഒരു പുതിയ വൈബായിരുന്നു എനിക്ക്. ഈ യൂറോപ്പിലൊക്കെ കളി കാണുന്ന പോലെ മഞ്ഞ് ഇങ്ങനെ തണുപ്പിൽ ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് കുറേ കാലത്തെ ഡ്രീമായിരുന്നു ഇത്, ഈ ഒരു ഗ്രൗണ്ടിൽ വന്ന് കളി കാണുന്നത്. ഒരു ടർഫ് ഗ്രൗണ്ടാണ്, പക്ഷേ ഒരു ക്വാളിറ്റി ഉണ്ട് ഇതിന് നമ്മളെ മറ്റ് ടർഫുകളെ വെച്ച് നോക്കുമ്പോൾ, മഞ്ഞിലായതുകൊണ്ട് തന്നെ. അങ്ങനെ കളി തുടങ്ങാനായി. ടീമൊക്കെ വന്ന് തുടങ്ങി. ഇത് റിയൽ കാശ്മീരും അതുപോലെ ട്രാവും എല്ലാവരും ഇറങ്ങി തുടങ്ങി. ഇങ്ങനെ ആൾക്കാർ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മൾ നേരത്തെ തന്നെ പോയി. എനിക്ക് എൻ്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് തന്നെ ഈ കളി കാണാൻ എൻ്റെ ഫ്രണ്ടിനെ കാണലായിരുന്നു. അങ്ങനെ നല്ലൊരു വൈബായിരുന്നു. അതായത് ഇങ്ങനെ തണുപ്പത്ത് ഫുട്ബോൾ മാച്ച്, ഒരു കട്ടനും കൂടെ കിട്ടി അടിപൊളിയെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ കട്ടനൊന്നും അവിടെ കിട്ടിയില്ല. കളി അങ്ങനെ തുടങ്ങി. ട്രാവൽ ടച്ചോട് കൂടി കളി തുടങ്ങി.
ഈ പ്ലേയേഴ്സ് എങ്ങനെ ഇത് കളിക്കുന്നത് നമുക്ക് സംശയിച്ചു പോകും. പുറത്തിരിക്കുന്ന എനിക്ക് തന്നെ ജാക്കറ്റൊക്കെ ഇട്ട് 4 ഇട്ട് വാരി ഇട്ടിട്ട് പോലും തണുത്തിട്ട് നിൽക്കാൻ വയ്യ. ഇവർ ഈ ഷോർട്സും ജേഴ്സിയൊക്കെ ഇട്ടിട്ട് എങ്ങനെ കളിക്കുന്നത് സമ്മതിക്കണവർ ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് എവേ ടീമായിട്ട് വരുന്ന ടീമുകൾക്ക് വല്ലാണ്ട് വിജയമൊന്നും കിട്ടാറില്ല. മാക്സിമം ഒരു സമനിലയൊക്കെയാണ് കിട്ടാറുള്ളത്. ഇത് അവരുടെ ഹോം ആയതുകൊണ്ട് തന്നെ അവർക്ക് ക്ലൈമറ്റായിട്ട് നല്ല സിങ്കാണ് റിയൽ കാശ്മീർ. അങ്ങനെ കളി നടന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വന്നു, ആക്കിബ് എന്ന് പറഞ്ഞിട്ട്. അവൻ പെട്ടെന്ന് തന്നെ കണ്ട് നേരെ എൻ്റെ അടുത്തേക്ക് വന്നു. അസ്സലാമു അലൈക്കും ഹബീബ് എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചു. ആൾ ഒരു ഫോട്ടോഗ്രാഫി ഭ്രാന്തനാണ്, ഇങ്ങനെ കളിയുടെ ആൾക്കാരൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് നടക്കും. പിന്നെ ഇതാ ഞാൻ ഇരിക്കുന്നത് നേരെ മുമ്പിൽ എൻ്റെ ചെക്കൻ ജസ്റ്റിൻ വന്നു. അവൻ്റെ ഒരു നല്ലൊരു ത്രോ വന്നു. ആ ത്രോ ഒരു ഗോളാക്കി മാറ്റാൻ പറ്റിയില്ല, പക്ഷേ ഒരു ഡേഞ്ചർ ആയിരുന്നു. പിന്നെ അതിന് ശേഷം അങ്ങോട്ട് കളി ഒരു വേറെ സ്റ്റേജിലേക്ക് മാറി. അതായത് ഒന്നുകൂടെ ടൈറ്റായി, ഒരു ക്രൂഷ്യൽ മാച്ച്. ഇടയ്ക്ക് ഒരു ഫൗളൊക്കെ വന്നു. ആ ഫൗളൊക്കെ വന്നതിന് ശേഷം സീൻ കളിയായിരുന്നു പിന്നീട് അങ്ങോട്ട്. ഇതൊരു ഗോളാന്ന് വിചാരിച്ചെടുത്താണ് ആ ഒരു സേവ് വന്നു. ഒരു പ്രത്യേക ഫീലാണ് ഇവിടെ ഇരുന്നതിന് കളി കാണാൻ. ഒരു തണുപ്പത്ത് നമുക്ക് എവിടെയും കിട്ടില്ലല്ലോ നമ്മുടെ നാട്ടിലൊന്നും. ഇതാണ് ആക്കിബ്. ആക്കിബിന് ഇൻസ്റ്റ വഴിയാണ് കിട്ടിയത്. പിന്നെ നമ്മുടെ നൗഷാദും ഉണ്ട് കൂടെ. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്ന കുറച്ച് മുമ്പായിട്ട് റിയൽ കാശ്മീരിൻ്റെ ഫസ്റ്റ് ഗോൾ വന്നു. അങ്ങനെ ആ ഗോളോട് കൂടി തന്നെ ഏതാണ്ട് ഫസ്റ്റ് ഹാഫിൻ്റെ വിസിൽ വീണുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ ആ ബ്രേക്കിന് സമയത്ത് ചായ കുടിക്കാൻ വേണ്ടി പുറത്ത് പോയി. എൻ്റെ കൂടെ നൗഷാദും ആക്റ്റീവും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനവിടെ ഒരു മീറ്റ് പോലൊരു സംഭവം കണ്ടു. അപ്പോൾ ട്രൈ ചെയ്യണം തോന്നി. ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ 2-3 ഒന്നിച്ച് കഴിച്ചു. പിന്നെ നേരെ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഇരിക്കുന്ന പൊസിഷനൊക്കെ മാറി. ഇവിടെ ഒരു കറക്റ്റ് ഒരു ഓർഡറൊന്നുമില്ല. അതായത് ഒരു ഫാൻ കൾച്ചർ, ഫാൻ ബേസ് അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർ ഓരോ സ്ഥലത്താണ് ഓരോ സമയത്ത് ഇരിക്കുക. അപ്പോൾ ആൾക്കാർ കൂടുന്ന എവിടെയെന്ന് വെച്ചാൽ നമ്മൾ അവിടെ പോയിരിക്കും ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ സെക്കൻഡ് ഹാഫിലും കുറേ മുന്നേറ്റങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു. റിയൽ കാശ്മീർ 3 ഗോൾ അടിച്ചു. അതേപോലെ ട്രാവ് 2 ഗോൾ അടിച്ചാണ്. അങ്ങനെ കളി കഴിഞ്ഞപ്പോൾ 3-2 റിയൽ കാശ്മീർ ജയിച്ചു. അങ്ങനെ ശേഷം ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ആക്കിബിന് ജസ്റ്റിനെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ജസ്റ്റിനെ കാണാൻ ഞങ്ങൾ രണ്ടാളും പോയി ഫോട്ടോ ഒക്കെ എടുത്തു. ജസ്റ്റിനും നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു, അടിപൊളി. ജസ്റ്റിനും ഹാപ്പി, നമ്മളും ഹാപ്പി. അങ്ങനെ എൻ്റെ യാത്രയുടെ പ്രധാന ഉദ്ദേശമായിട്ട് 2 കാര്യങ്ങൾ അവിടെ കംപ്ലീറ്റ് ആയി. പിന്നെ ആക്റ്റീവ് എന്നെ വിടുന്നില്ല. അവൻ്റെ വീട്ടിൽ പോവാം, ഇന്ന് അവിടെ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ കാശ്മീരീസിൻ്റെ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുമ്പോൾ അത് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ 2 ദിവസമായിരുന്നു. അവൻ്റെ വീട്ടിലെത്തിയ അപ്പം മുതൽ എനിക്ക് ഫുഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, പല കാര്യമായിട്ട്. ഫുഡ്, ആപ്പിള്, അവർ തന്നെ അവർ തോട്ടത്തിലുണ്ടാക്കിയ ആപ്പിള് കാര്യങ്ങളൊക്കെ. പിന്നെ നെയ്ച്ചോറ് പോലെ ഒരു ഫുഡൊക്കെ കിട്ടി. എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല, പക്ഷേ എനിക്ക് അധികമൊന്നും കഴിക്കാൻ പറ്റിയില്ല അവർ സ്റ്റൈലായതുകൊണ്ട് തന്നെ. പക്ഷേ എനിക്ക് എൻ്റെ വിശപ്പൊക്കെ മാറി അടിപൊളിയായിട്ട് 2 ദിവസം ഞാൻ അവൻ്റെ കൂടെ എൻജോയ് ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ രാവിലെ യാത്ര തുടങ്ങി. അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഞങ്ങൾ പുറത്തൊക്കെ പോയി അവൻ്റെ നാടൊക്കെ കണ്ടു. അടിപൊളിയായിരുന്നു. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് എക്സ്പീരിയൻസ് ആയിരുന്നു ആ യാത്രയിൽ കിട്ടിയത്. അങ്ങനെ നമ്മുടെ ആക്കിബിൻ്റെ വീട്ടിലായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ തിരിച്ച് ശ്രീനഗറിലെത്തി. ദാൽ ഗേറ്റിൻ്റെ അടുത്താണ് റൂം. അടിപൊളി ആയിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു ഈ ഹോസ്പിറ്റാലിറ്റി കാശ്മീരീസിൻ്റെ, അതേപോലെ ചില നാട്ടിലുള്ള ആൾക്കാരതൊക്കെ, അതേപോലെ കാശ്മീരിൻ്റെ പ്രത്യേകം പറഞ്ഞു കേട്ടൊന്നായിരുന്നു. അതൊന്ന് അനുഭവിക്കണം, എൻജോയ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു അവസരം കിട്ടിയതാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ മെയിൻ കാര്യം, നിങ്ങൾ മൂന്നാറിൽ ഇടുന്ന ജാക്കറ്റൊന്നും കൊണ്ടിങ്ങോട്ട് വരരുത്. ഇത് ഞാൻ ഇപ്പോൾ ഇട്ട സാധനമൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ടൊരു കാര്യമില്ല, ഒരു രക്ഷയില്ല. ഈ തെർമൽ വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക, തെർമൽ മേടിക്കുക. തെർമൽ എന്ന് പറയുമ്പോൾ ഇന്നറാണ്, ഉള്ളിലിടുന്നതാണ്. ടൈറ്റായി നിൽക്കുന്ന നമ്മുടെ ശരീരത്തിലുള്ള ചൂടിനെ അവിടെ തന്നെ നിലനിർത്തുന്ന ഒരു സാധനമാണ്. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ നേരെ അവിടുന്ന് ബസ് കയറി ജമ്മു നിന്ന് ഡൽഹിയിലേക്കും, ഡൽഹി നാട്ടിലേക്കും. അപ്പോൾ ഇതൊരു ഫുട്ബോൾ വ്ളോഗൊന്നുമല്ല, പക്ഷേ ഞാനൊരു ഫുട്ബോളിന് വേണ്ടി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതുപോലെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം, ഞാൻ ഇനിയും ചെയ്യുന്നതായിരിക്കും.